ഹലോ വെൽക്കം ബാക്ക് ഐഷസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് വെറും 3 ചേരുവ കൊണ്ട് തയ്യാറാക്കുന്ന ഒരു അടിപൊളി കേക്ക് റെസിപ്പിയും കൊണ്ടാണ്. ഈ ഒരു കേക്കിലോട്ട് നമ്മൾ ബേക്കിംഗ് പൗഡറോ ബേക്കിംഗ് സോഡയോ വാനില എസൻസോ ഒന്നും ചേർക്കുന്നില്ല. അതേപോലെ തന്നെ നമ്മളിത് ഓവനിലെല്ലാം ഉണ്ടാക്കുന്നത് കേട്ടോ, നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിലാണ്. അപ്പം വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കേക്ക് റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എനിക്ക് ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അവിടെ കന്നേരം സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അതിൻ്റെ കൂടെ ചെറിയൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതോടെ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ കാണാം, ഇതിൽ ഓൾ വേണം പ്രസ് ചെയ്യാൻ. അപ്പോൾ ശരി, നമുക്ക് റെസിപ്പിയിലോട്ട് പോവാം. അപ്പോൾ ഈ ഒരു റെസിപ്പി ഞാൻ എൻ്റെ ബ്ലോഗിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ്. അന്ന് നല്ല ഹിറ്റായിട്ടുള്ള റെസിപ്പിയായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിനായിട്ട് നമ്മൾക്ക് 3 മുട്ട വേണം. റൂം ടെമ്പറേച്ചറിലുള്ള മുട്ട, അതായത് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ള മുട്ടയാണെങ്കിൽ അത് പുറത്ത് വെച്ച് നോർമൽ ടെമ്പറേച്ചർ ആയ ശേഷം മാത്രം നമ്മളിതുപോലെ ബീറ്റ് ചെയ്തെടുക്കാവൂ. 3 എടുത്തിട്ടുണ്ട്. 3 വലിയ മുട്ട എടുത്തിട്ടുള്ളത്. പിന്നെ ഇതിങ്ങനെ ബീറ്റ് ചെയ്തെടുക്കുമ്പോൾ എല്ലാവർക്കും അറിയുന്നുണ്ടാവും, ആ ഒരു പാത്രത്തിൽ വെള്ളമൊന്നും പാടില്ല. നല്ലോണം ബീറ്റ് ചെയ്തെടുക്കുക. കുറച്ചുകൊണ്ട് ബീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കതിലോട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഞാനിപ്പം 1/2 കപ്പിൽ കുറച്ച് കുറവ് പഞ്ചസാര എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പം മധുരം ഇഷ്ടമുള്ളവർക്ക് തീർച്ചയായിട്ടും 1/2 കപ്പ് മുഴുവനായിട്ടും പഞ്ചസാര എടുക്കുക. എന്നിട്ട് പഞ്ചസാര ഒരുമിച്ചിട്ട് കൊടുക്കേണ്ട, കുറേശ്ശെ ആയിട്ട് ഇട്ട് കൊടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ പഞ്ചസാര പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. അങ്ങനെ വരുമ്പോൾ പെട്ടെന്ന് അതിൽ അലിഞ്ഞ് ചേർന്നോളും. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ മുട്ട നല്ലോണം ബീറ്റ് ചെയ്തെടുക്കണം. ഒരു 5-10 മിനിറ്റെങ്കിലും നമ്മൾ ബീറ്റ് ചെയ്തെടുക്കണം, എന്നാലേ നല്ല ഫ്ലഫി ആയിട്ട് കിട്ടുള്ളൂ. നമ്മൾ ആദ്യം മുട്ട ബീറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു മഞ്ഞ കളറായിരുന്നല്ലോ, പിന്നെ അതിങ്ങനെ വെള്ള നിറമായിട്ട് മാറുന്നത് വരെ നമ്മൾ ബീറ്റ് ചെയ്തെടുക്കണം. അതിനിടയ്ക്ക് ഞാൻ കുറച്ച് ഏലക്കാപ്പൊടിയും കൂടി ചേർത്തിട്ടുണ്ട്. ഓപ്ഷണലാണ്. 3 ചേരുവ വെച്ചിട്ടാകുമ്പോൾ നിങ്ങൾ ഏലക്കാപ്പൊടി ചേർക്കേണ്ട ആവശ്യമില്ല, പക്ഷെ നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഏലക്കാപ്പൊടി ചേർത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നല്ലോണം ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ലോണം ഫ്ലഫി ആയി വരുന്നവരെ, നല്ല സ്റ്റിഫായി വരുന്നവരെ നമ്മൾ ബീറ്റ് ചെയ്തെടുക്കണം എന്ന് നിർബന്ധമാണ് കേട്ടോ. പിന്നെ വീട്ടിൽ വെനില എസൻസ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക, ഓപ്ഷണലാണ്, ഒട്ടും നിർബന്ധമില്ല. നമുക്കതിലോട്ട് 3 ചേരുവ മാത്രം മതി. മൈദ, മുട്ട, പഞ്ചസാര കേട്ടോ മെയിനായിട്ട് വേണ്ടത്. അപ്പോൾ ഇതാ നല്ലോണം ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. പഞ്ചസാരയും മുട്ടയും കൂടി ബീറ്റ് ചെയ്തിട്ട് നല്ലോണം വൈറ്റ് കളറ് നല്ല സ്റ്റിഫായിട്ട് കിട്ടുന്നവരെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് 1 കപ്പ് 250 ml ഒരു കപ്പിൽ ഞാൻ മൈദ എടുത്തിട്ടുണ്ട്. നല്ലോണം അരിപ്പയിലൂടെ അരച്ചിട്ട് വേണം ഇട്ട് കൊടുക്കാൻ കേട്ടോ. എന്നിട്ട് ഇതുപോലെ ഒരുമിച്ചിട്ട് കൊടുക്കരുത് കേട്ടോ, കുറേശ്ശെ ഇട്ട് കൊടുക്കുക. ഒരു 2 ബാച്ചായിട്ട് ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് ഇങ്ങനെ ഫോൾഡ് ചെയ്യുക, കട്ട് ചെയ്യുക, അങ്ങനെ വേണം ഇത് ചെയ്തെടുക്കാൻ. മൈദ ചേർത്ത ശേഷം നമ്മൾ ബീറ്റർ വെച്ചിട്ട് ബീറ്റ് ചെയ്യരുത്. അങ്ങനെ വരുമ്പോൾ ഭയങ്കര കട്ടിയായി പോവും, നമ്മൾ കേക്ക് കൊണ്ട് പൊങ്ങില്ല, അതുപോലെ അതിലുള്ള എയർ ബബിൾസ് ഒക്കെ പോവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്യുക, കട്ട് ചെയ്യുക, അങ്ങനെ വേണം ചെയ്തെടുക്കാൻ കേട്ടോ മൈദ ചേർത്ത ശേഷം. അപ്പോൾ കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ ചെയ്തെടുക്കുക. എല്ലാം കൂടി ഇങ്ങനെ കുത്തി കലക്കാൻ പാടില്ല, അപ്പോഴും നമ്മുടെ കേക്ക് പൊങ്ങൂല. അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. കാരണം നമ്മളിതിലോട്ട് ബേക്കിംഗ് പൗഡറോ ബേക്കിംഗ് സോഡയോ ഒന്നും ചേർക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ മുട്ടയുടെ ആ ഒരു ബീറ്റ് ചെയ്തിട്ടുള്ള എയർ ബബിൾസ് ഉണ്ടല്ലോ, അതുമ്മലാണ് നമ്മുടെ കേക്ക് പൊങ്ങുന്നതൊക്കെ കേട്ടോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. ഇതുപോലെ പതുക്കെ വേണം ചെയ്തെടുക്കാൻ. പിന്നെ അതുപോലെ ഇനിയിപ്പോൾ നമ്മൾ ബീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, മൈദ ചേർത്ത ശേഷം ബീറ്റർ വെച്ചിട്ട് ബീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മുടെ കേക്ക് ഭയങ്കര ഹാർഡായി പോകും. അതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ഇങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഒരുപാട് നേരം വെച്ചിട്ട് മിക്സ് ചെയ്യാനും പാടില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളിപ്പം ഈ ഒരു കേക്ക് ഉണ്ടാക്കുന്നത് ഓവൺ ഇല്ലാണ്ടാണ്, ഇതുപോലെ നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിലാണ്. അപ്പം ഇതിനേക്കാളും ചെറിയ സൈസിലുള്ള നോൺ സ്റ്റിക്കിൻ്റെ പാത്രം ഉണ്ടെങ്കിൽ നല്ലത്. ഞാൻ കുറച്ചുകൂടെ വലുപ്പമുണ്ട് കേട്ടോ, അതുകൊണ്ട് തന്നെ നമ്മുടെ കേക്ക് ഇങ്ങനെ പരന്ന കേക്കാവും. ഹൈറ്റ് കൂടുതൽ വേണമെന്നാണെങ്കിൽ കുറച്ചുകൂടെ ചെറിയ പാത്രം എടുക്കുക കേട്ടോ. എന്നിട്ട് സൈഡിലും അകത്തൊക്കെ നന്നായിട്ട് ഓയിൽ വെച്ചിട്ട് നന്നായിട്ട് ഗ്രീസ് ചെയ്ത് കൊടുക്കുക. ഞാൻ സൺഫ്ലവർ ഓയിൽ വെച്ചിട്ടാണ് ഗ്രീസ് ചെയ്ത് കൊടുക്കുന്നത്, അല്ലെങ്കിൽ ബട്ടറോ നെയ്യോ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഒരുപാടൊന്നും ആവണ്ട, സൈഡിലും അകത്തൊക്കെ നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതുപോലെ അതിന് ശേഷം നമുക്ക് ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കുക. പിന്നെ നമ്മൾ ഗ്രീസ് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ പാന് ഒന്ന് ചെറുതായിട്ട് ചൂടാക്കി എടുക്കുക കേട്ടോ. അതിന് ശേഷം വേണം ഗ്രീസ് ചെയ്ത് കൊടുക്കാൻ. എന്നിട്ട് ഇതുപോലെ ഈ പാത്രം ഒന്ന് തട്ടി കൊടുക്കുക, അല്ലെങ്കിൽ ഇതുപോലെ സ്ക്യൂവറോ അല്ലെങ്കിൽ നമ്മുടെ ഇർക്കിളി ഉണ്ടല്ലോ അത് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് റൗണ്ട് ചെയ്തിട്ട് ഒന്നിങ്ങനെ ആക്കി കൊടുക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ എയർ ബബിൾസ് ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ റൗണ്ട് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിത് ഫ്ലെയിമിൽ വെക്കണം. ഒരു 2 മിനിറ്റ് മാത്രം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നേരെ നമ്മൾ സ്റ്റൗ ടോപ്പിൽ വെക്കുക കേട്ടോ. അതിനുശേഷം അതിൻ്റെ അടിയിൽ വേറൊരു ഇരുമ്പിൻ്റെ ചട്ടി എന്തെങ്കിലും ചൂടാക്കിയിട്ട് വേണം അതിൻ്റെ മുകളിൽ വേണം വെച്ച് കൊടുക്കാൻ. നേരെ ഇങ്ങനെ ഒരുപാട് നേരം വെക്കുമ്പോൾ ചിലപ്പം അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ 2 മിനിറ്റ് ഒന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ ഇതിൽ ഒരു ചെറിയ ഗ്യാപ്പ് ഉണ്ട് അതിൻ്റെ എയർ പോകാൻ വേണ്ടിയിട്ട്. അവിടെ ഞാൻ മൈദയും വെള്ളം കൂടി മിക്സ് ചെയ്തിട്ടുള്ളൊരു മാവ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ 2 മിനിറ്റ് വെച്ച ശേഷം നമുക്ക് വേറൊരു ചട്ടീൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാറുണ്ട് കേട്ടോ.
അപ്പോൾ ഞാൻ അപ്പുറത്തൊരു ഇരുമ്പിൻ്റെ ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അത് ചൂടായ ശേഷം അതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഈ ഒരു പാത്രം. അപ്പോൾ ഇതൊരു 25 മിനിറ്റ് വരെ നമ്മളിത് കുക്ക് ചെയ്തെടുക്കണം. ചിലപ്പം അതിൻ്റെ അകത്ത് തന്നെ റെഡിയായി കിട്ടും, ചിലപ്പോൾ അതിന് കുറച്ചുകൂടെ കൂടുതൽ ടൈം എടുക്കും. അപ്പോൾ ഒരുപാട് നേരമൊന്നും വെക്കും വേണ്ട കേട്ടോ. അപ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക, ഇടയ്ക്കൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഞാനൊരു മീഡിയം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതാ ഇങ്ങനെ ഒരു 25 മിനിറ്റ് വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. നമ്മളെടുക്കുന്ന പാത്രത്തിനനുസരിച്ചിരിക്കും നമ്മളെടുക്കുന്ന സമയം, കേക്ക് റെഡിയാവാനുള്ള സമയം കേട്ടോ. അപ്പോൾ കുറച്ചുകൊണ്ട് കഴിഞ്ഞപ്പം ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ കുറച്ച് ട്യൂട്ടി ഫ്രൂട്ടി മുകളിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതില്ലാന്നാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് നട്ട്സ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. പിസ്തയോ അല്ലെങ്കിൽ ബദാമോ അണ്ടിപ്പരിപ്പോ എന്തെങ്കിലും സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക, ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് മാത്രം. ഓക്കെ, അപ്പോൾ അങ്ങനെ നിർബന്ധമില്ല, ഒട്ടും നിർബന്ധമില്ല. അപ്പോൾ വേണമെങ്കിൽ ചെയ്ത് കൊടുക്കുക, ഇല്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ നമ്മുടെ കേക്ക് ഇതാ റെഡി ആയിട്ടുണ്ട്. ഒരു 25 മിനിറ്റ് കഴിഞ്ഞപ്പം നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. പിന്നെ നല്ല മണമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. സൈഡിലൊക്കെ നന്നായിട്ട് ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. മുകളിൽ അങ്ങനെ ഗോൾഡൻ ഒന്നും ആവില്ല കേട്ടോ, നമ്മൾ ഓവനിലല്ല ബേക്ക് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അപ്പോൾ ഞാൻ കുറച്ച് നേരം ചൂടാറാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം പുറത്തേക്ക് എടുത്തു. പെട്ടെന്ന് നമ്മൾ കേക്ക് പുറത്തേക്ക് എടുക്കാൻ നോക്കരുത് കേട്ടോ, ഒന്ന് ചൂടാറിയ ശേഷം വേണം എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് നല്ല അടിപൊളിയായിട്ടുള്ള കേക്ക് റെഡിയാക്കി ഇട്ടിട്ടുണ്ട്. ഇതിൽ നമ്മൾ ബേക്കിംഗ് പൗഡറോ ബേക്കിംഗ് സോഡയോ ഒന്നും ചേർത്തിട്ടില്ല. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയ 3 ചേരുവ കൊണ്ടുള്ള കേക്കാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. ചായയുടെ കൂടെ, വൈകുന്നേരം ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു കേക്കാണ്. ഒരുപാട് പേർക്കൊക്കെ ഈ റെസിപ്പി അറിയുന്നുണ്ടാവും. ഞാൻ ബ്ലോഗിൽ ഒരുപാട് മുമ്പേ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ റെസിപ്പി. അപ്പോൾ അന്ന് ഒരുപാട് പേര് ട്രൈ ചെയ്തിട്ട് നല്ല ഫീഡ്ബാക്ക്സ് തന്നിട്ടുള്ള ഒരു റെസിപ്പി ആയിരുന്നു കേട്ടോ അത്. അപ്പോൾ ഇതായിരുന്നു ഞാൻ അന്ന് ഷെയർ ചെയ്തിട്ടുള്ള റെസിപ്പി, എൻ്റെ ബ്ലോഗിൽ ഷെയർ ചെയ്തിട്ടുള്ള റെസിപ്പി. അതിന് മുകളിൽ ഞാൻ പിസ്ത സ്ലൈസസ് ആയിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് കുറച്ചുകൂടെ ചെറിയ പാനിലായിരുന്നു ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്, അപ്പോൾ കുറച്ചുകൂടെ ഹൈറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇങ്ങനെയും അങ്ങനെയൊക്കെ ഉണ്ടാക്കാം. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. എന്തായാലും നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് താഴെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാൻ മറക്കരുത്. പുതിയൊരു വീഡിയോയുമായിട്ട് വ്ളോഗുമായിട്ടൊക്കെ വരുന്നവരേക്കും ബൈ, താങ്ക് യു.